എങ്ങനെ നടന്നിരുന്ന ആളാ ഇപ്പോൾ ആളാകെ മാറിപ്പോയി. മുടിയിൽ പൂ വെച്ച് കഴിഞ്ഞത് തല ഉയർത്തി നോക്കിയതും കാണുന്നത് കണ്ണാടിയിൽ തന്നെ നോക്കി ചിരിക്കുന്ന ആമയുടെ ചിത്രമാണ്. അത് കണ്ടവൻ്റെ നെറ്റി ചുളിഞ്ഞു. നീ എന്താ വെറുതെ ചിരിക്കുന്നേ? പതിവ് ഗൗരവം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആമയൊന്നും പറയാതെ നിറഞ്ഞ മനസ്സോടെ അവനോട് ചേർന്ന് നിന്നു. എന്നിട്ട് ആ കവിളിൽ കൈവച്ച് അവൻ്റെ മുഖമൊന്ന് താഴ്ത്തിയതിനു ശേഷം ആ കവിളിൽ ചുണ്ടമർത്തി അത്യധികം പ്രണയത്തോടെ ലവ് യു ടു യദുവേട്ട. അവളുടെ പ്രവൃത്തിയിൽ അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. ആദ്യമായി ആമയിൽ നിന്ന് തനിക്ക് ലഭിച്ച പ്രണയ ചുംബനം. അവൻ്റെ ഉള്ളിൽ ഒരു തണുപ്പ്. കുറച്ചു നേരത്തിനു ശേഷം ആമിയും യദുവും റെഡിയായി താഴേക്ക് വന്നു. അവരെ കാത്ത് കാളിയാർ മഠം മുഴുവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നേരത്തെ തീരുമാനിച്ചതുപോലെ യദുവിൻ്റെ മടിയിൽ കിടത്തിയാണ് കുഞ്ഞുങ്ങൾക്ക് ചരട് കെട്ടിയത്. അവൻ തന്നെ അവരുടെ പേരും വിളിച്ചു. അവരുടെ രാജകുമാരന് ദേവ് യാദവാഗ്നെ എന്നും അവരുടെ രാജകുമാരിക്ക് ദേവിക യാദവാഗ്നെ എന്നും പേരിട്ടു. പിന്നെ ഫോട്ടോയെടുപ്പും ഭക്ഷണം കഴിക്കലും എല്ലാമായി സമയം കടന്നുപോയി. ഓരോരുത്തരും ആ നിമിഷങ്ങളിൽ ഓരോരുത്തരും മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്തു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഹാളിലുള്ള സോഫയിലിരിക്കുവാണ് എല്ലാവരും. മുത്തശ്ശൻ്റെ കയ്യിൽ ദേവും മുത്തശ്ശിയുടെ കയ്യിൽ ദേവികയും ഇരുന്ന് കളിക്കുന്നുണ്ട്. ആമി ചെറിയമ്മമാരുടെ കൂടെ അടുക്കളയിലാണ്. അവളുടെ കൂടെ ലച്ചുവുമുണ്ട്. എന്നും മൂടിക്കെട്ടി നിൽക്കുന്ന അവളുടെ മുഖത്ത് നിന്ന് ചെറിയൊരു തെളിച്ചമുണ്ട്. അല്ലെങ്കിൽ മുറിയിൽ തന്നെ അടഞ്ഞിരിക്കും. വല്ലപ്പോഴും കുഞ്ഞുങ്ങളെ ഒന്ന് കളിപ്പിക്കും. ദേവിയുടെ അടുത്തേക്ക് പോലും പോകില്ല എന്ന് മാത്രമല്ല, അറിയാതെ എപ്പോഴും അവൻ്റെ മുൻപിൽ ചെന്ന് പെടാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. സേവ്യറും അർജുനും വിനുവും ലക്ഷ്മണനും എല്ലാവരും ഒന്നിച്ചിരുന്ന് എന്തോ കാര്യമായി സംസാരിക്കുന്നുണ്ട്. അല്പം മാറി നിന്ന് കോൾ ചെയ്യുന്ന യാദവ് തൻ്റെ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് ചെറിയച്ഛന്മാരുടെയും മുത്തശ്ശൻ്റെയും അടുത്തേക്ക് പോയി. അതുവരെ ഹാളിൽ കൂടി നിന്ന് എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് പോയി. ജോത്സ്യരുമായി ഞാൻ സംസാരിച്ചു. അടുത്ത മാസം 15-ന് ലച്ചുവിൻ്റെ എൻഗേജ്മെൻറ്റ് നടത്താമെന്ന് പറയുന്നത്. മുത്തശ്ശനോട് ഗൗരവത്തിൽ പറയുന്ന യദുവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നതും ആ വാക്കുകൾ സേവിയുടെ ഹൃദയത്തിലേക്കാണ് ചെന്ന് തറച്ചത്. അവൻ്റെ ഹൃദയം ഒരു വേള ഇടിക്കാൻ മറന്നതുപോലെ, മനസ്സ് മരിവെച്ചതുപോലെ, അസ്വസ്ഥമായി തൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയാതെ സേവി അസ്വസ്ഥനായി. ലച്ചു മറ്റൊരാൾക്ക് സ്വന്തമാകുന്നു എന്നുള്ളത് അവന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അർജുൻ പെട്ടെന്ന് യദുവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നതും സേവിയുടെ ശ്രദ്ധ അവൻ അടുത്തേക്ക് പോയി. അടുത്ത മാസം 15 പറയുമ്പോൾ അധികം സമയമില്ല. നാളെയാണ് 1-ാം തീയതി. വിളിക്കേണ്ടവരെയൊക്കെ നേരത്തെ വിളിക്കണം. ആരെയും വിട്ടു പോകരുത്. എല്ലാ ഒരുക്കങ്ങളും നീയും നവിയും ലക്ഷ്മണനും കൂടെ വേണം ചെയ്യാൻ. ചെറിയച്ഛന്മാർക്ക് ഓഫീസിൽ വേറെ ജോലിയുണ്ട്. പിന്നെ തിരക്ക് പിടിച്ച് ചെയ്തൊന്നും വിട്ടുപോകരുത്. അറിയാലോ, കാളിയാർ മഠത്തിലെ ഏക പെൺതരിയുടെ നിശ്ചയമാണ്. ശരി ഏട്ടാ, ഞങ്ങളൊന്നിനൊരു കുറവും വരുത്തില്ല. പിന്നെ സേവി, നീയും അവരുടെ കൂടെ ഉണ്ടാവണം. നിന്റെ നിശ്ചയം കൂടിയാണെങ്കിലും ഇവന്മാരെ തനിച്ചേൽപ്പിച്ചാൽ ശരിയാവില്ല. അലസമായി ഒന്ന് മൂളിയെങ്കിലും പിന്നെയാണ് യദു പറഞ്ഞ വാക്കുകൾ അവൻ ശ്രദ്ധിക്കുന്നത് പോലും. ഒരു നിമിഷം ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാകാതെ യദുവിനെ നോക്കി നിന്നു അവൻ. പിന്നെ അവൻ്റെ കണ്ണുകൾ അടുക്കളയിലേക്ക് നീങ്ങി. വാതിലിനടുത്ത് നിൽക്കുന്ന ലച്ചുവിൻ്റെ മുഖത്തെ ചിരി കണ്ടപ്പോഴാണ് താൻ കേട്ടത് സത്യമാണെന്ന് അവൻ വിശ്വസിച്ചത്. എന്നാൽ യദു അപ്പോഴും മറ്റുള്ള ഓരോ ചുമതലകൾ ഏൽപ്പിച്ചെന്ന തിരക്കിലായിരുന്നു. സേവി, നാളെ തന്നെ ലച്ചുവിനെ കൂട്ടിപ്പോയി നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സ് എടുക്കണം. പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സും. ഇപ്പം നിശ്ചയം നടത്താം. വിവാഹം 2 വർഷം കഴിഞ്ഞു മതി. അപ്പോഴേക്കും അവളുടെ പഠിപ്പ് കഴിയട്ടെ. എന്താ സേവി, അങ്ങനെ പോരെ? സേവിയനെ നോക്കിക്കൊണ്ട് യദു ചോദിച്ചതും നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി സേവി. എന്നേക്കാൾ നല്ലൊരു ബന്ധം അവൾക്ക് കിട്ടില്ലേ? എന്നേക്കാൾ വിദ്യാഭ്യാസവും സൗന്ദര്യവും കുടുംബമഹിമയുമുള്ള ഒരാളെയല്ലേ അവൾക്ക് വേണ്ടത്? യദുവിൻ്റെ മുഖത്തേക്ക് നോക്കി സേവി ചോദിക്കുമ്പോൾ അതുവരെ തെളിഞ്ഞ മുഖവുമായി വാതിലിനടുത്ത് നിന്ന ലച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. തൻ്റെ സ്വപ്നങ്ങളെല്ലാം വീണ്ടും ഇരുട്ടിലായതുപോലെ. അതുതന്നെയായിരുന്നു മറ്റുള്ളവരിലും അവസ്ഥ. ഇനി സേവിക്ക് ലച്ചുവിനെ ഇഷ്ടമല്ല എന്ന് പോലും അവർ ചിന്തിച്ചു പോയി. എന്നാൽ സേവിയുടെ ചോദ്യത്തിന് മറുപടി പോലും പറയാതെ അവനെ ഒന്ന് തന്നോട് ചേർത്ത് പിടിച്ചു യദു. എന്നെ നീ മനസ്സിലാക്കിയതുപോലെ നിന്നെയും എനിക്കറിയാം സേവി. എന്നോടുള്ള സൗഹൃദത്തിൻ്റെയും കടപ്പാടിൻ്റെയും പേരിൽ നീ മാറ്റിവെച്ചതല്ലേ അവളോടുള്ള നിന്റെ പ്രണയം. ആ നിന്നേക്കാൾ നല്ലൊരു വരനെ എൻ്റെ സഹോദരിക്ക് ഈ ജന്മം കിട്ടില്ലടാ. പിന്നെ നീ അവൾക്ക് ചേരില്ലെന്ന് വെറുതെ തോന്നുന്നതാ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ലച്ചു മറ്റൊരാളെക്കാളും സ്നേഹിക്കുന്നത് നിന്നെയാ.
അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാ. അതാണ് നിനക്കുള്ള ഏറ്റവും വലിയ യോഗ്യത. പിന്നെ ഈ കൈകളിൽ അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുമാത്രമല്ല, ഇതിനു പുറകിൽ എൻ്റെ സ്വാർത്ഥത കൂടെ ഉണ്ട്. ഈ ജീവിതകാലം മുഴുവൻ നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുണ്ടാവണം. എൻ്റെ ഒരു സഹോദരനായിട്ട് ഈ ഔട്ട് ഹൗസിൽ നിന്ന് നിന്നെ എനിക്ക് കാളിയാർ മഠത്തിൻ്റെ അകത്തളത്തിൽ ഇരുത്തണം. സേവിയെ ചേർത്ത് പിടിച്ചു പറയുമ്പോൾ യദുവിൻ്റെ ശബ്ദം പതിഞ്ഞിരുന്നു. എന്നാൽ അതെല്ലാം കേട്ടു നിന്ന് സേവിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി താഴേക്ക് പതിച്ചു. സേവി അവനെയും തന്നോട് ചേർത്ത് പിടിച്ചു. എല്ലാവരും അവരുടെ സൗഹൃദം സന്തോഷത്തോടെയും ചെറിയ അസൂയയോടെയും നോക്കി നിന്നു. കുഞ്ഞുങ്ങൾ കരയുന്നത് കൊണ്ട് ആമി നേരത്തെ മുറിയിലേക്ക് വന്നിരുന്നു. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും വന്ന ഉടനെ മേല് കഴുകി പാല് കൊടുത്തുറക്കി. അതിനുശേഷം വസ്ത്രം മാറി അവളും ഒന്ന് കുളിച്ചു. നനഞ്ഞ മുടി വെറുതെ ടവൽ ചുറ്റിയിട്ട് നൈറ്റിയും ഇട്ട് ആമി പുറത്തേക്ക് വന്നു. തലയിൽ നിന്ന് ടവൽ അഴിച്ചു മാറ്റിയതും ഉണങ്ങാത്ത മുടിയിൽ നിന്ന് വെള്ളം താഴെ കുറ്റിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അവളുടെ പുറകിൽ വന്ന് ഒരു കൈ അവളിൽ നിന്ന് ടവൽ വാങ്ങി തല തുവർത്തി കൊടുത്തു. പിന്നെ നെറുകയിൽ രാസ്നാഥ് ഇട്ടുകൊടുത്തു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ തകത്ത് നന്നായി തുടക്കണമെന്ന്? ഗൗരവത്തിൽ ഇത് പറയുമ്പോൾ ആമിയൊന്ന് മൂളി. കുറച്ചു നേരം ഉറങ്ങിക്കോ, നിനക്ക് നല്ല ക്ഷീണമുണ്ട്. അത് പറഞ്ഞ് ഏതു ആമിയിൽ നിന്ന് കൈയെടുത്ത് ടവൽ വാങ്ങി ഒന്ന് ഫ്രഷായി. ഒരു ട്രാക്ക് സൂട്ടും ഇട്ട് റൂമിലേക്ക് വരുമ്പോൾ ആമി നല്ല ഉറക്കമാണ്. പിന്നെ വേഗം കബോർഡ് തുറന്നൊരു സിഗരറ്റും എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. പിന്നെ ഡോറടച്ചൊരു പഫ് എടുത്തു. ആമിയുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇത്ര ദിവസങ്ങളായിട്ടും ഏത് സ്മോക്ക് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു അസ്വസ്ഥതയും അവനുണ്ട്. പക്ഷേ ഇന്നെന്തോ ഒന്ന് വലിക്കണമെന്ന് തോന്നി. പെട്ടെന്ന് ബാൽക്കണിയുടെ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും ഏതു തിരിഞ്ഞു നോക്കി. ഡോറിലേക്ക് ചാരി കൈകെട്ടി അവനെ നോക്കി നിൽക്കുന്ന ആമി. അവനെയും അവൻ്റെ കയ്യിലുള്ള സിഗരറ്റിലേക്കും ആമിയുടെ കണ്ണുകൾ സഞ്ചരിച്ചു. അവളുടെ കണ്ണുകളുടെ സഞ്ചാരപാതത്തിൻ്റെ ദിശ മനസ്സിലായതും ഒന്നുകൂടി ആഞ്ഞൊരു പഫെടുത്ത് കയ്യിലുള്ള സിഗരറ്റ് അവൻ ബാൽക്കണിയിലൂടെ പുറത്തേക്കെറിഞ്ഞു. എന്നാൽ അപ്പോഴേക്കും വിയർത്തു വന്ന മുഖവുമായി ആമി അവൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. ഞാൻ കരുതി ഈ ശീലങ്ങളൊക്കെ നിർത്തിയെന്ന്. അവനെ നോക്കാതെ ബാൽക്കണിയിലൂടെ പുറത്തേക്ക് നോക്കിയാണ് ആമി പറഞ്ഞത്. അത്ര പെട്ടെന്നൊന്നും നിർത്താൻ കഴിയുന്ന ശീലമല്ല ആമി ഇതൊന്നും. പക്ഷേ നിനക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ നിർത്താൻ ശ്രമിക്കാം. അത് പറഞ്ഞുകൊണ്ട് അവളുടെ വെളുത്തു തുടുത്ത കവളിൽ ചുണ്ടുകൾ ചേർത്തിരുന്നു അവൻ. അതുവരെ അവനോടുണ്ടായിരുന്ന പിണക്കമില്ല. ആ ഒരൊറ്റ ഉമ്മയിൽ അവളിൽ നിന്ന് അകന്നു പോയിരുന്നു. മതി, പോയി കുറച്ചു നേരം ഉറങ്ങിക്കോ, കുഞ്ഞുങ്ങൾ രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല. അത് പറഞ്ഞുകൊണ്ട് ഇത് ആമിയുടെ തോളിൽ കൈ ചേർത്ത് പിടിച്ച് അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി. അറിയാലോ, ലച്ചുവിൻ്റെയും സേവിയുടെയും നിശ്ചയത്തിന് ഇനി ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല. 2 വർഷം കഴിഞ്ഞ് പതിയെ അവരുടെ വിവാഹം നടത്തിയാൽ മതിയെന്നായിരുന്നു മനസ്സിൽ. എന്നാൽ പെട്ടെന്ന് നിശ്ചയം നടത്തിക്കണം, അല്ലെങ്കിൽ സേവിയെ വിളിച്ച് പരസ്പരം സ്നേഹിക്കാൻ തുറന്നു പറയാനോ അകലാനോ കഴിയാതെ 2 സൈഡിലായി ഉരുകി ഉരുകി കഴിഞ്ഞുകൂടും. അതിനേക്കാൾ നല്ലത് അവർ മനസ്സറിഞ്ഞ് പ്രണയിക്കുന്നതല്ലേ. അവൻ പറയുന്നതിന് ഒന്ന് വെറുതെ മൂളുക മാത്രം ചെയ്തു ആമി. ഇനി നിങ്ങളോടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ സേവി ലച്ചുവിനോടുള്ള പ്രണയം തുറന്ന് പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവൻ ഞാൻ മാത്രമേ ഉള്ളൂ ആമി. ഇന്നോളം എൻ്റെ നിഴലായി നടന്ന് എനിക്ക് വേണ്ടി ജീവിച്ചവനാ. ലച്ചുവിനോടുള്ള അവൻ്റെ പ്രണയം എന്നെ സങ്കടപ്പെടുത്തുമെന്ന് കരുതിയ അവൻ ലച്ചുവിൽ നിന്ന് അകന്നു നിന്നത്. എന്നാൽ കുഞ്ഞിലെ മുതൽ ഞാൻ കാണുന്നതല്ലേ അവരെ, എനിക്കറിയില്ലേ അവരെ. ഇങ്ങനെ ഒരു ഇഷ്ടം അവർക്കിടയിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ ലച്ചുവിനെ സേവിക്ക് തന്നെ കൊടുക്കുമായിരുന്നു. മതി, പോയി കുറച്ചു നേരം ഉറങ്ങ്. പറയുന്നതിൻ്റെ കൂടെ ഏതു ആമിയെ ബെഡിലേക്ക് ഇരുത്തി. തൻ്റെ മുറിയിലെ ജനൽ തുറന്നിട്ടു പുറത്തേക്ക് നോക്കിയിരിക്കുവാണ് ലച്ചു. അവളുടെ കണ്ണുകൾ മത്സരിച്ചൊഴുകുന്നുണ്ട്. സേവിയുടെ വാക്കുകൾ അവളിൽ ആളടിക്കുന്നത് പോലെ. ഇതുവരെ കരുതിയത് വല്യേട്ടനുള്ള സൗഹൃദം നഷ്ടപ്പെടുമെന്ന് കരുതി തന്നോടുള്ള പ്രണയം അംഗീകരിക്കാത്തതാണെന്നാണ്. എന്നാൽ ഇപ്പോൾ തോന്നുന്നത് വല്യേട്ടൻ്റെ വാക്ക് കേട്ട് തന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതുപോലെയാണ്. ലച്ചുവിൻ്റെ മനസ്സിൽ വീണ്ടും സങ്കടം വന്ന് നിറഞ്ഞു. എല്ലാ സ്ത്രീകളെയും പോലെ താൻ സ്നേഹിക്കുന്ന പുരുഷൻ തന്നെയും പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണമെന്നാണ് അവളുടെയും ആഗ്രഹം. കണ്ണും മനസ്സും നിറഞ്ഞ അവസ്ഥയാണ് സേവിക്ക്. യദുവിൻ്റെ ഇഷ്ടപ്രകാരം അവൻ്റെ പൂർണ്ണ സമ്മതത്തോടെ നിറഞ്ഞ മനസ്സോടെ ലച്ചു തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. ലോകം വെട്ടിപ്പിടിച്ച് സന്തോഷമുള്ളിൽ നിറയുമ്പോഴും മനസ്സ് നിറയെ തൻ്റെ സൗഹൃദത്തിനോടുള്ള സ്നേഹവും കടപ്പാടും വർദ്ധിച്ചു. അടുത്ത ദിവസം രാവിലെ സേവി ലച്ചുവിനെ കാത്ത് കാളിയാർ മഠത്തിൽ നിൽക്കുവാണ്. 2 പേരും ഒന്നിച്ച് പോയി ഡ്രസ്സ് എടുക്കണമെന്നാണ് നേരത്തെ തീരുമാനിച്ചത്. അതുകൊണ്ട് ഒരുമിച്ച് പോകാനുള്ള കാത്തിരിപ്പിലാണ് സേവി.
ഇത്ര കാലം അകറ്റി നിർത്തിയത് ലച്ചുവിനോടുള്ള ക്ഷമ പറഞ്ഞ് ഇതുവരെ തുറന്നു പറയാത്ത പ്രണയം തുറന്നു പറയണം എന്ന് തീരുമാനിക്കുകയായിരുന്നു അവൻ. എന്നാൽ എന്തൊക്കെ വന്നാലും സേവിയോടൊന്നും സംസാരിക്കില്ല എന്ന തീരുമാനത്തിലാണ് ലച്ചു. ഇപ്പോഴും അവളുടെ മനസ്സിൽ യദുവിന് വേണ്ടിയാണോ സേവി വിവാഹത്തിന് സമ്മതിച്ചത് എന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെ അവനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, മൗനമായി അവന് വേണ്ടി കാത്തിരിക്കാനുള്ള തീരുമാനത്തിലാണ് അവൾ. 15 മിനിറ്റ് ആയിരുന്നു ലച്ചുവിനെ കാത്തിരിക്കുകയാണ് സേവി. ഇത്ര ദിവസം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിൽ ഇപ്പോൾ അവളെ ഒന്ന് കണ്ടാൽ മതി എന്ന മട്ടിലാണ് അവൻ്റെ പോക്ക്. പെട്ടെന്നൊരു മഞ്ഞ കളർ കുർത്തിയും അതിന് മാച്ചായ പാൻറ്റും ധരിച്ചു വരുന്ന ലച്ചുവിൽ അവൻ്റെ കണ്ണുകൾ പതിഞ്ഞതും അവ വിടർന്നു. ഇത്ര നാളും അവളിൽ കാണാത്തൊരു വല്ലാത്ത ഭംഗി ഇപ്പോൾ അവളിൽ ഉള്ളതുപോലെ അവന് തോന്നി. അതുകൊണ്ടായിരിക്കാം അവളിൽ നിന്ന് അവൻ കണ്ണെടുക്കാൻ തോന്നാത്തത്. എന്നാൽ ഇതേ സമയം സേവിക്ക് മുഖം പോലും കൊടുക്കാതെ തല താഴ്ത്തി വരികയായിരുന്നു ലച്ചു. കാറിനടുത്ത് നിൽക്കുന്ന സേവിക്കരികിലെത്തിയപ്പോഴാണ് അവളുടെ കണ്ണ് അവനിലേക്ക് പതിയുന്നത് പോലും. എന്നാൽ തന്നെ നോക്കി നിൽക്കുന്ന സേവിയെ കണ്ടതും അവനെ നോക്കാതെ മുഖം താഴ്ത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, പോകാം. അവളുടെ പതിഞ്ഞ ശബ്ദം ചെവിയിൽ പതിഞ്ഞപ്പോഴാണ് അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റുന്നത്. താൻ അവളെ നോക്കുന്നത് അവൾ കണ്ടു എന്നുള്ള തിരിച്ചറിവിൽ സേവി വല്ലാതെ ചളിപ്പ് തോന്നി. ഇത്ര ദിവസം അവളെ മൈൻഡ് പോലും ചെയ്യാതെ നിന്നിട്ട് ഇവ വായി നോക്കിയെന്ന് കരുതില്ലേ? ചിന്തിക്കുന്നതിൻ്റെ കൂടെ അവൾക്ക് മുഖം കൊടുക്കാതെ അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. അല്പം അടിച്ചാണെങ്കിലും അവൻ്റെ കൂടെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ലച്ചുവും കയറി. അങ്ങോട്ടുള്ള യാത്രയിൽ തന്നെ ലച്ചുവിനോട് മനസ്സ് തുറക്കണമെന്ന് കരുതിയതാണ്. എന്നാൽ അവൾ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല എന്ന് കാണി അവൻ്റെ മനസ്സിൽ ചെറിയ നോവ് തോന്നി. കുറച്ചു കഴിഞ്ഞതും വലിയൊരു ടെക്സ്റ്റൈൽസിൽ കാൽ നിർത്തി. അവിടെ അവനെ കാത്ത് ഹിമചെറിയമ്മയും പിന്നെ അർജുനും ഉണ്ടായിരുന്നു. 2 ദിവസമായി ലച്ചുവിനും സേവിക്കുമിടയിൽ എന്തോ പൊരുത്തക്കേടുള്ളതുപോലെ തോന്നിയത് കൊണ്ട് യദു അയച്ചതായിരുന്നു അവരെ. അതുവരെ ലച്ചുവിനോട് മനസ്സ് തുറക്കാൻ ഒരു അവസരം കാത്തുനിന്ന് സേവിക്ക് കിട്ടിയ ആദ്യത്തെ അടിയായിരുന്നു അത്. അർജുനും സേവിയും ചെറിയമ്മയും ലച്ചുവും ഒന്നിച്ചായിരുന്നു ഡ്രസ്സ് സെലക്ട് ചെയ്തത്. ചെറിയമ്മ സെലക്ട് ചെയ്ത് ചുവപ്പ് കലർന്ന പട്ടുസാരിയും സേവിക്ക് അതേ കളർ കുർത്തിയുമായിരുന്നു സെലക്ട് ചെയ്തത്. പിന്നെ അവർ 2 പേരെയും പേരെഴുതിയ മോതിരവും നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. അത് വാങ്ങി തിരിച്ചു വരുമ്പോൾ സൈഡ് മിററിൽ കൂടെ കാണുന്ന ലച്ചുവിലായിരുന്നു അവൻ്റെ ശ്രദ്ധ. എന്നാൽ അതൊന്നും അറിയാതെ ചെറിയമ്മയോട് എന്തൊക്കെയോ സംസാരിച്ചിരിക്കുകയായിരുന്നു ലച്ചു. ഇന്നലെ വരെ സേവിയുടെ സ്ഥാനത്ത് ലച്ചുവും ലച്ചുവിൻ്റെ സ്ഥാനത്ത് സേവിയുമാണ്. തനിക്ക് മുഖം പോലും തരാതെ ലച്ചു കാലിൽ നിന്നിറങ്ങി പോകുമ്പോൾ സേവിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. പകരം എത്രയും പെട്ടെന്ന് തൻ്റെ മനസ്സ് അവൾക്ക് മുൻപിൽ തുറക്കണമെന്ന് അവൻ ഉറപ്പിച്ചു. ആമിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ട ഡ്രസ്സ് ഓൺലൈനിൽ വരുത്തിച്ചിരുന്നു. തൻ്റെ ഓഫീസ് വർക്കുകൾ തീർത്തതിനു ശേഷം കുഞ്ഞിപ്പെണ്ണിനെയും എടുത്ത് ബാൽക്കണിയിലിരിക്കുവാണ് യദു. അവൻ്റെ മാറോട് ചേർന്ന് കണ്ണു തുറന്ന് അവൾ കിടക്കുന്നുണ്ട്. യദുവിൻ്റെ കണ്ണുകൾ തൻ്റെ കുഞ്ഞിൽ തന്നെയാണ്. മരിച്ചുപോയ തൻ്റെ അമ്മയുടെ ചായയാണ് ദേവുനെ എന്ന് തോന്നിയിട്ടുണ്ട് അവന്. അതുകൊണ്ടായിരിക്കാം അവളോട് കുറച്ച് ഇഷ്ടം കൂടുതൽ. ഇപ്പോൾ അവൻ്റെ ലോകം ആമിയും കുഞ്ഞുങ്ങളുമാണ്. അവരിലേക്കാണ് അവൻ്റെ ശ്രദ്ധ മുഴുവൻ. ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും അവന് മടിയാണ്. രാത്രി ഭക്ഷണം കഴിഞ്ഞ് മുറിയിലെത്തിയതും നിശ്ചയത്തിനടുത്ത് സാരി നോക്കിയിരിക്കുവാണ് ലച്ചു. മനസ്സിവിടെയല്ലാത്തതുപോലെ. സേവിയുടെ പെരുമാറ്റമാണ് മനസ്സ് നിറയെ. പലപ്പോഴും തന്നെ വെറുതെ നോക്കി നിൽക്കുന്നത് പോലെ. ഇനി അവൻ്റെ മനസ്സിൽ തന്നെ പ്രണയമുണ്ടോ? പെട്ടെന്ന് ബാൽക്കണിയിൽ എന്തോ ശബ്ദം കേട്ടതും ലച്ചു അവിടേക്ക് പോയി. പെട്ടെന്ന് തോന്നിയ ധൈര്യത്തിൽ ബാൽക്കണി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഇരുട്ടിൽ തൻ്റെ മുൻപിൽ തെളിഞ്ഞു വരുന്ന ആ രൂപം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പതിയെ അത് തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടതും അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. ശരീരം ഭയത്തിൽ വിറക്കാൻ തുടങ്ങിയതും അറിയാതെ അവൾ 2 അടി പുറകിലേക്ക് വെച്ചു. വാ തുറന്ന് ശബ്ദമുണ്ടാക്കുന്നതിന് മുൻപ് അവളുടെ വാ പൊതിഞ്ഞു പിടിച്ചു. ആ രൂപം മുറിയിലേക്ക് പോയിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന അല്പധൈര്യമെങ്കിലും ആ നിമിഷം ചോർന്നു പോയതുപോലെ അവൾ അറിഞ്ഞു. ലച്ചുവിൻ്റെ കണ്ണുകൾ ചുവന്നു നിറഞ്ഞു. എന്നാൽ മുറിയിലേക്ക് കയറിയ ഉടനെ ലച്ചുവിൻ്റെ കാതിലേക്ക് മുഖം ചേർത്ത് അവൻ സംസാരിച്ചു തുടങ്ങി.